ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സെയിലിംഗ് പരിപാടിയാണ് പോകുന്നത്. മെയ്ഡൻ ഹെഡ് സെയിൽ ക്ലബ്. നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും മെയ്ഡൻ ഹെഡ് സെയിൽ ക്ലബ്. അപ്പം ഈ ബാങ്ക് ഹോളിഡേ പ്രമാണിച്ച് അവിടെ ഇന്ന് സെയിലിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. വേറെ എന്തോ ഒരു ഫങ്ഷനോടനുബന്ധിച്ചാന്ന് തോന്നുന്നു. എനിവേസ് നമ്മൾ അങ്ങോട്ട് പോവാണ്. ലിറ്റിൽ ലേറ്റ് ഓൺ ടൈം. ചെല്ലുമ്പോൾ നോക്കാം എന്താ അവിടെ പരിപാടി. ലെറ്റ്സ് സീ ഗൈസ്, വി ആർ ഹെഡിങ് ദേർ, മീ ആൻഡ് മൈ ഗേൾ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ഗൈസ്. ഗ്രീൻ വേ ടു കുക്കാം. നമുക്ക് ഈ റിസ്കി ഷോട്ട് എടുക്കാം ഗൈസ്. ഇതെങ്ങനെ ചെല്ലുമെന്ന് എനിക്കറിയില്ല. ഗ്രീൻ വേ എന്നാണ് പറയുന്നത്. ബംബി റോഡ് മൈക്കിൾ. പണ്ടൊരിക്കത്തിലേ പോയിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ട് സെയിൽ ക്ലബിലോട്ട് പോയത്. അന്ന് ഇതുപോലെ കാട്ടുമുക്ക് വഴിയാണ് പോയത്. ഒന്നുകിൽ നമ്മൾ ചെല്ലും, അല്ലെങ്കിൽ ഇത് മുഴുവൻ തിരിച്ച് നടക്കാം. റിസ്കി ഷോട്ട് ഗൈസ്. മഷിയിലാൻഡാണ്. മഴക്കാലത്താണ് ഇതെല്ലാം കുതിർന്ന് മറിഞ്ഞ് കിടക്കും. ഇതിപ്പം ഇച്ചിരി ഡ്രൈ ആയതുകൊണ്ട് വലിയ വെള്ളമില്ല. ഇങ്ങനെ ഉണങ്ങിയെന്നില്ലാണ് ഗൈസ്. കശുമാവ് പോലത്തെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല സാധനം. പേര് പോലെ ഗ്രീൻ വേ തന്നെ, മൊത്തം ഗ്രീനാണ്. അപ്പോൾ ഇതൊരു സോർട്ട് ഓഫ് വാക്കിംഗ് ട്രെയിലാണ്. ഐ തിങ്ക് ഫ്രം വിൻസർ. അപ്പോൾ അതിനാണിത് ഗ്രീൻ വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നത്തെ പേരൊരു കുതിര ഫാം ഉണ്ട് ഇവിടെ. പ്രൈവറ്റ് ഫാമാണെന്ന് തോന്നുന്നു. ആരുടെ ഫാം ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ നടത്തം മുന്നോട്ട് കാട്ടിലൂടെ വീണ്ടും മുന്നോട്ട്. കാട് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ചെറിയൊരു ലോൺ ഏരിയ. നമുക്ക് ഇവിടുന്ന് ഡീറ്റൂർ എടുക്കണം. ചെറിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. വലിയ വണ്ടിയൊന്നും പോകാതിരിക്കാൻ. സൈക്കിൾസ് മാത്രമേ ഉള്ളൂ ഇതിലെ പെർമിറ്റ് ചെയ്യുന്നത്. സോ നമ്മളിതിലെ മുന്നോട്ട് പോകുന്നു ടുവേർഡ്സ് മെയ്ഡൻ ഹെഡ് സെയിലിംഗ് ക്ലബ്. വീണ്ടും ഗ്രീൻ വേ ആണ്. പച്ചപ്പരവതാനിയും വിരിച്ച സൈഡിലൂടെ അതിൻ്റെ നടുക്കൂടെ വഴി ചെറിയൊരു പാലമുണ്ട് ഗൈസ്. അതിലൂടെ നമുക്ക് കയറണം. നാട്ടിലെ പോലെ പഴയ പാലവും പുതിയ പാലവും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാട്ടിലൂടെ കയറി ഗ്രാമത്തിലെത്തിരിക്കുകയാണ്. മെയ്ഡൻ ഹെഡ് സെയിലിംഗ് ക്ലബ്. ഇനി നമ്മൾ ഹെഡിങ് ടു സെയിലിംഗ് ക്ലബ് ഗൈസ്. അതാ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു മെയ്ഡൻ ഹെഡ് സെയിലിംഗ് ക്ലബ്. അധികം തിരക്കൊന്നുമില്ല. നമ്മളെത്തി, വലിയ തിരക്കില്ല. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും സെയിൽ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ആഴത്തിലോട്ട് നമ്മൾ രണ്ടുപേരും പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു. ബാൻഡൊക്കെ കിട്ടി. എൻ്റെയും ബാൻഡ് കിട്ടി, രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് സെയിലിങ്ങിനാണ് പോയത്. ഇവിടെ ഓടുന്ന സ്ഥലമല്ല. യു ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ, യു ഹാവ് ടു ബി കെയർഫുൾ. ഫുൾ സെയിലിംഗ് വൈബ്സ് ഉണ്ട് ഗൈസ്. ഇവിടെ പിള്ളേരുണ്ട്, പേരൻസ് ഉണ്ട്, തന്നെ സെയിൽ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ബാർബിക്യൂ ഉണ്ട്. അപ്പോൾ പ്രോബബ്ലി നമുക്ക് സെയിലിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാം. തന്നെ സെയിൽ ചെയ്യേണ്ടവർക്ക് തന്നെ സെയിൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനുള്ള വാട്ടർ എന്തോ അതിന് പറയുന്നത്, ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുൾ സജ്ജീകരണമാണ്. ഇതൊരു സെയിലിംഗ് ക്ലബ്ബാണ്. അപ്പം അതിൻ്റേതായ എല്ലാം ഉണ്ടാവും. NC8s
buoyancy aid must be worn on pantaloons at all times. Right. Are you excited, Michael? No? You are not at all excited? I can see that. Whoa. ഇതാണ് അതിൻ്റെ ഡെക്ക്. ഇതാണ് ക്ലബ് ഹൗസ്. അതിൻ്റെ അകത്ത് ഡൈനിങ് ഏരിയയും ഫുഡും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. നൈസ്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെയിലിങ്ങിന് പോകേണ്ടത്. അപ്പം ആൾക്കാരുണ്ട്. അപ്പം ലെറ്റ്സ് വെയിറ്റ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. തിരക്കിനി കൂടുമോയെന്നറിയില്ല. കൂടുവാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് പോകുന്നതായിരിക്കും നല്ലതല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് സെയിൽ ചെയ്യാൻ കയറാതിരിക്കും നല്ലതല്ലേ. തിരക്ക് കൂടും, വണ്ടികളും കൂടുതൽ വരാൻ തുടങ്ങി. സോ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിനി അതൊക്കെ ഇടണം, എന്നിട്ട് ബോട്ടൊക്കെ കയറണം. ഈ അമ്മച്ചിയോട് പോയി നമുക്ക് സംസാരിക്കണം. ഞങ്ങളെ കയറ്റാവോ, ബോട്ടെ കയറ്റാമോ. ടിക്കറ്റൊക്കെ എടുത്തു, രജിസ്ട്രേഷൻ ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനിയും ലൈഫ് ജാക്കറ്റ് ഇടാൻ പോകുന്നു. ഓൾ ഗിയർഡ് അപ്പ് ഗൈസ്. Are you ready for sailing? Yeah. Always says no. അപ്പോൾ നമ്മളിനിയും സെയിലിന് കയറാൻ പോവാണ് ഗൈസ്. We are waiting for the sail. Any time now. 10-15 മിനിറ്റ്സിൻ്റെ സെയിലിംഗ് ഉണ്ടാകാമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്, ക്ലബിൻ്റെ ഭാരവാഹി. അപ്പം ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ഐ ഗെസ്. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ജാക്കറ്റും ബോയൻസി ഹാർനസും ബോയൻസി ഐറ്റംസും എല്ലാം ഇട്ട് വി ആർ റെഡി. പിക്കിംഗ് അപ്പ് ട്രാക്ഷൻ ഹിയർ. ആൾക്കാരെല്ലാം കൂടാൻ തുടങ്ങി. ഇവിടെ വന്നപ്പോൾ ഇത്ര ഇല്ലായിരുന്നു, അപ്പോൾ ആൾക്കാർ കൂടുന്നുണ്ട്. അപ്പം നമ്മളിനി ഓരോ ബോട്ട് വരുന്നതനുസരിച്ച് ആൾക്കാർക്ക് കയറാം. സോ വെയിറ്റിംഗ്. ഇപ്പോൾ പോവാം ധൃതി വെക്കല്ലേ. ക്യൂ പാലിക്കുക. ഓരോ ബോട്ടുകളിങ്ങനെ വന്നു. ക്യൂ നിൽക്കുന്ന ആൾക്കാരെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ ബേസിസിൽ സെർവ് ചെയ്യുന്നു. ബോട്ടെടുത്ത് പോകുന്നു, വീണ്ടും വരുന്നു. യൂഷ്വൽ സ്റ്റഫ്. എന്നിട്ട് നമ്മുടെ ബോയൻസി ആയിട്ട് തിരിച്ചു കൊടുക്കണം. യൂഷ്വൽ പ്രാക്ടീസ്. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ അവർ ടേൺ. And she's gonna help us with the sailing. She's a pro at the club. നമ്മൾ നിൽക്കുന്നതാണ് പോണ്ടൂൺ. അതിലാണ് നമ്മൾ സെയിൽ കൊണ്ട് ഡോക്ക് ചെയ്തിട്ട് ആൾക്കാർ കയറുന്ന ഇറങ്ങുന്നതൊക്കെ. So that's how it works. What's your name again? Martin. All right. So we got Martin here today for helping out with the sailing today at Maidenhead. So Michael, are you excited? No feelings. So നമ്മൾ ബോട്ടിലാണ് ഗൈസ്, സെയിൽ ചെയ്യുവാണ്. ലേക്ക്. സോ നമ്മൾ ഹെൽപ്പ് ചെയ്ത ഗൈഡാണിത്. അപ്പോൾ ഇന്നത്തെ സെയിലിംഗ് കഴിഞ്ഞു. Michael, be careful. Sit there. Did you enjoy, Michael? Michael, did you like it? Sail ചെയ്ത് ഗൈസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 10-15 minutes, maybe 20 minutes. Michael, did you like it? കൊള്ളാൻ പരിപാടി ഉള്ളായിരുന്നു. ഒറ്റയ്ക്ക് പോയാൽ പാടാം, നമുക്കൊന്നും അറിയാമെങ്കിൽ വലിയ ഡിഫിക്കൽട്ടായിരിക്കും. ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ചരടൊക്കെ വലിച്ച് കാറ്റിൻ്റെ ഗതി അനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്തു. ഇറ്റ് വാസ് ഫൺ. Wasn't it fun, Michael? Yeah, fun. ഇനിയിപ്പോൾ നമ്മൾ ക്ലബിൻ്റെ നിയർ ബൈ ഏരിയസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അവിടെ ഒരു ബാർബിക്യൂ സെഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ നിന്ന് പോയി നോക്കാം. ടു ഹാവ് സംതിങ് ടു ഈറ്റ്. ഫോണൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു.
അതുകൊണ്ട് സെയിൽ ചെയ്യുന്ന അധികമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇതൊരു സൈഡിലോട്ട് ചെരിയുന്ന ഒരു പേടിയായി പോകും. പക്ഷെ സ്റ്റിൽ കൊള്ളായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. നമ്മൾ ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ ക്ലബിലൊക്കെ ജോയിൻ ചെയ്ത് എല്ലാ ആഴ്ചയിലുമൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മളത് പ്രോ ആവും. നമുക്ക് ആരും പേടി ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ പറ്റും. ആരും ജനിക്കുമ്പോഴേ കഴിവുമായിട്ട് ജനിക്കുന്നില്ലല്ലോ. സോ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പഠിച്ച് അങ്ങനെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് ധൈര്യം തരുന്നത്. പിന്നെ ഇതിൻ്റെ ഇവൻറ്റ്സൊക്കെ ഈ ഒളിമ്പിക് ഇവൻറ്റ്സും അല്ലാത്ത സ്പോർട്സ് ഇവൻറ്റ്സും ഒക്കെ ഉണ്ടല്ലോ സെയിലിംഗ് റിലേറ്റഡ്. അതിനൊക്കെ പോകേണ്ടവരാണെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുന്നു, എന്നാലേ പഠിക്കാൻ പറ്റും. പിന്നെ ഇവിടെ വിൻ്ററിൽ പോസിബിൾ അല്ല, സമ്മറിലേ പറ്റും. അപ്പം അബൌട്ട് 6 months കിട്ടും ഗുഡ് ക്വാളിറ്റി ടൈം ടു പ്രാക്ടീസസ്. അപ്പോൾ ആ ടൈമിൽ വേണം ഇവിടെ ഉള്ളവർ ഇത് എക്സ്പയർ ചെയ്യുന്നവർ പ്രാക്ടീസ് ചെയ്യാൻ. ബിയോണ്ട് ദാറ്റ് ടൈം ഫ്രെയിം ഇറ്റ് വിൽ ബി ബാഡ്ലി കോൾഡ്. നല്ല വെതർ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്തതുകൊണ്ട് ആ സമയത്ത് എങ്ങനെയാണെന്നറിയില്ല. പ്രോബ്ലി ഇൻഡോർ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സെയിലിംഗ് എന്ന് പറഞ്ഞാൽ വിൻഡ് ഡിപ്പെൻഡൻ്റ് ആണല്ലോ, മറ്റേതുപോലല്ല. അപ്പം കയാക്കിങ് പോലെയൊന്നുമല്ല. അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ സെറ്റപ്പ് ഉണ്ടോ, ഐ ഡോണ്ട് നോ. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വർത്ത് ഇറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആംബുലൻസൊക്കെ വന്നു. പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നിടത്തെല്ലാം ഇങ്ങനെ വേണമെന്നാണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഫുഡാണ്. സോ വേണ്ടി വെയിറ്റ് ചെയ്തു. സോ ഇപ്പോൾ കൂടുതൽ സെയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാർ കൂടിയപ്പം ബർഗർ മേടിച്ചു ഗൈസ്. ബാർബിക്യൂ ബർഗർ റൈറ്റ് ബിസൈഡ് ദ സെയിൽ. പിള്ളേരുടെ ഉണ്ട് ഗൈസ്. ജൂനിയേഴ്സ് എന്ന് പറഞ്ഞ് ജൂനിയേഴ്സിൻ്റെ സെഷനാണിത്. അപ്പോൾ അവർക്ക് തന്നെ സെയിൽ ചെയ്യാൻ 2 പേരിരുന്ന്. അതും കൊള്ളാം. പക്ഷെ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കേ പറ്റുള്ളായിരിക്കും. നമുക്ക് പേരൻസിന് തന്നെ അറിയില്ല. നമുക്കെല്ലാം പേടിയാണ്. നമ്മൾ പഠിച്ചാലേ ഇവർക്കും പഠിക്കാൻ പറ്റൂ. അല്ലേ ഇവർക്ക് തന്നെ വിട്ട് പഠിക്കണം. നമ്മൾ ധൈര്യം കാണിച്ചാലേ പറ്റൂ, വേറെ വഴിയില്ല. സെയിലിൽ അതിൻ്റെ കയറ് നോട്ട് ചെയ്യേണ്ട രീതികളാണ്, അതിൻ്റെ ഡെപ്പിക്ഷനുമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ജനറൽ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായി കാണിച്ചിരിക്കാൻ തോന്നുന്നു, അവയർനെസ് പോലെ. ഇവിടെ നമുക്കിതിങ്ങനെ മേടിക്കാം, നമുക്കിത് ഉപയോഗിച്ച് സെയിൽ ചെയ്യാം. അയക്ക് ക്ലബിൻ്റെ റിക്രിയേഷണൽ ഏരിയ ആണ്, where you can drink coffee and eat food. So we are waiting here for some time and then heading back home. അങ്ങനെ കഴിഞ്ഞ് കൈ സെയിലിംഗ്. ആൾക്കാരെല്ലാം ക്യൂ അപ്പ് ചെയ്യാൻ തുടങ്ങി, തിരക്കും കൂടി. സോ നമ്മൾ നേരത്തെ 12 മണി തന്നെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ തിരക്ക് കൂടിയാണ്. പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല, ടൈം വിൻഡോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 12 to 4 ഐ തിങ്ക്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. തിരക്ക് കൂടിയപ്പോഴത്തേന് നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ സോ ഇറ്റ് വാസ് ഫൺ. Michael, did you like it? Yep, we thoroughly enjoyed it. സെയിലിംഗ് എന്താണെന്ന് അറിയുന്നല്ലാത്തതുകൊണ്ട് അറിയില്ല.
ഹോപ്പ്ഫുള്ളി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. എനിവേസ് വി ആർ ഹെഡിങ് ഹോം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതായിരുന്നു പരിപാടി. ആൻഡ് ഹോപ്പ് പ്ലാൻ. ടേക്ക് കെയർ. ബൈ ബൈ പറഞ്ഞു. ബൈ 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 ബൈ.